രാജ്യത്തിന് മാതൃകയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ലാഭിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം പകുതിയോളം കുറയ്ക്കും. ഇതുമായി ബന്ധപ്പെട്ട SPG പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശങ്ങൾ നൽകി. ഇതിന് പിന്നാലെ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും JP നദ്ദയും വാഹന വ്യൂഹം കുറച്ചു. ആഗോള എണ്ണവില വർധനയും ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും കണക്കിലെടുത്താണ് പ്രധാനമന്ത്രിയുടെ മാതൃകാപരമായ നടപടി. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം 50% കുറയ്ക്കാനും സുരക്ഷകൾക്കായി ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനാണ് SPGക്ക് നിർദ്ദേശം നൽകിയത്. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നടപടികൾ ആരംഭിച്ചതായി SPG അറിയിച്ചു. വാഹനവ്യൂഹത്തിൽ കൂടുതൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും എന്നാൽ ഇതിനായി പുതിയ വാഹനങ്ങൾ വാങ്ങരുതെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നിലവിലുള്ള വാഹനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും മാറ്റങ്ങൾ നടപ്പാക്കുക. ഇതിനു മുമ്പും രാജ്യത്തെ ജനങ്ങളോടും മോദി ചിലവ് ചുരുക്കലിന് അഭ്യർത്ഥന നടത്തിയിരുന്നു. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുക, അനാവശ്യ വിദേശ യാത്രകൾ മാറ്റിവെക്കുക, ഇന്ധന ഉപഭോഗം കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഗുജറാത്ത്, ആസാം സംസ്ഥാനങ്ങളിലെ പുതിയ സന്ദർശനങ്ങളിലും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ വലിപ്പം ഗണ്യമായി കുറച്ചിരുന്നു. ഹൈദരാബാദിലെ പൊതുയോഗത്തിന് പിന്നാലെ വഡോദരയിലും ഗുവാഹത്തിയിലും പ്രധാനമന്ത്രി എത്തിയപ്പോഴും വാഹനവ്യൂഹം കുറച്ചിരുന്നു. ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും ഉയരുന്ന എണ്ണവിലയും കണക്കിലെടുത്താണ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കം. ജനം, ഡൽഹി.